കാരണം സിസ്റ്റത്തെ തീരുമാനിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അപൂർവം ഭരണാധികാരികൾക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റൂ. ഒരു കാര്യം തീരുമാനമെടുക്കണമെന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തിൽ തീരുമാനമെടുക്കാതിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഉത്തമ കാര്യങ്ങളും ധർമ്മങ്ങളും തീരുമാനമെടുക്കാതിരിക്കാൻ മാത്രമേ പറ്റൂ. അധമ കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ എളുപ്പമാണ്. ഒരു കാളയെ മുമ്പോട്ടും ഒരു കാളയെ പുറകോട്ടും കെട്ടിയിട്ട് വണ്ടി ഓടിക്കാൻ ശ്രമിച്ചാൽ ആ കാളവണ്ടി ഓടുമെന്ന് തോന്നില്ല. ഇല്ല സ്വാമിജി. അതൊക്കെ പരിഹരിക്കുകയോ അതൊക്കെ ചിന്തിക്കുകയോ അല്ല ജനങ്ങൾ പലപ്പോഴും ചെയ്യുന്നത്. ജനങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പിൽപ്പെട്ടിട്ട് ഇസങ്ങളിൽപ്പെട്ടിട്ട് തങ്ങൾ മനുഷ്യരാണെന്ന് പറയുന്ന ഏകീഭാവം മറന്നിട്ട് ഇതേ സിസ്റ്റത്തിനകത്ത് തങ്ങളുടെ ദർശനം വെച്ചുകൊണ്ട് ഭരണം നടത്താൻ പറ്റുമോ എന്ന അന്വേഷണവും അതിൽ കൊണ്ടുപോയി തങ്ങളുടെ ദർശനങ്ങൾ കലക്കിക്കുളിപ്പിച്ച് തെറ്റായി ഭരിക്കുകയും ചെയ്ത് ജീവിതം വ്യർത്ഥമാക്കുക മാത്രമാണ് ഇന്ത്യൻ ജനാധിപത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം സ്വാമിജി. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ ഗഹനമായ വളരെ സൂക്ഷ്മമായ ഒരുപക്ഷെ എൻ്റെ ഒരു ജന്മത്തിന് ഹേതു എന്ന് വരാവുന്ന ഒരു ഏരിയ, അതിൻ്റെ ഒരു ജിജ്ഞാസ എന്നിൽ വല്ലാതെ ഉണരാൻ ഇടയാക്കിയിട്ടുണ്ട്. തീർച്ചയായും നമുക്ക് ആ വഴിയെ പോകണം സ്വാമിജി. അപ്പോൾ നമ്മുടെ ദഹരാകാശം അവിടെയാണ് ശരിക്ക് അറിവിൻ്റെ ഒരു തല ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രപഞ്ചമെടുത്ത് അപഗ്രഹിച്ചാൽ സത്ത്, അതായത് സത്യം, യാതൊന്നുണ്ടോ അത്, ചിത്ത് അറിവ്, ആനന്ദം, ഇത് വികാരപരമായി പിരിഞ്ഞാണ് പ്രപഞ്ചമായിത്തീരുന്നത്. പ്രപഞ്ചമായിത്തീരുന്നത് രസകരമാണ്. പറയൂ സ്വാമിജി. നമുക്കതൊരു ചെറിയ ഉദാഹരണം കൊണ്ട് പഠിക്കാം. ആയിക്കോട്ടെ. അങ്ങയുടെ വായിൽ ഒരല്പം പഞ്ചസാര ഇട്ട് തരുന്നു എന്ന് വിചാരിക്കും, ശർക്കര തരുന്നു എന്ന് വിചാരിക്കാം, ഒരു മാമ്പഴം അങ്ങ് നുണയുന്നു എന്ന് വിചാരിക്കാം. അങ്ങ് പ്രസന്നമാവും. അതെ, സമ്മതിക്കുന്നു. തീർച്ചയായും പ്രസന്നമാവും, ശാന്തമാവും. അതെ, ഒരു കോലാഹലവും ശരീരത്തിൻ്റെ ഒരു ഭാഗത്തുമില്ല. അതെ, സ്വച്ഛന്തമായി അങ്ങയുടെ മലമൂത്രങ്ങൾ പോകും. അതെ, അങ്ങയുടെ നാവിലേക്ക് അല്പം പുളിയിട്ട് തരുന്നു വിചാരിക്കും, അങ്ങയുടെ പല്ല് പുളിക്കും. അതെ, തീർച്ചയായും. മുഖച്ചുളിയും. അതെ, തീർച്ചയായും. വേർക്കും. അതെ, ശരിയാണ്. തീർച്ചയായും. രോമകൂപങ്ങൾ എഴുന്നേക്കും. അങ്ങയുടെ നാവിലേക്ക് അല്പം ഉപ്പിട്ട് തരിക എന്ന് വിചാരിക്കുക, അങ്ങക്ക് വല്ലാതെ ദാഹിക്കും കുറേ കഴിഞ്ഞാൽ. തീർച്ചയായും സ്വാമിജി. വെള്ളം കുടിച്ചാൽ മതിയാവില്ല. ശരിയാണ്. ശരിയാണ് സ്വാമിജി. അങ്ങയുടെ നാവിലേക്ക് കടുത്ത ഒരു സ്പൂൺ എരിവുള്ള മുളക് കോരിവായിലേക്ക് ഇട്ട് തരിക, അങ്ങോടും തുള്ളും. അതെ, ദേഹം മുഴുവൻ ചുട്ടുനീറ്റും, കണ്ണുകളിൽ നിന്ന് ചുടുകണ്ണുനീരൊഴുകും. ശരിയാണ്. തീർച്ചയായും. അതി കയ്പുള്ളൊരു വസ്തു അങ്ങയുടെ ഏറ്റവും ഓടും. ശരിയാണ്. ചവർപ്പുള്ളതിനും അതെ. അതെ, ഇത്രയും രസങ്ങളുള്ളതിൽ നമ്മൾ ആധുനിക ലോകത്തെ എടുക്കുക, ആധുനിക ഇന്ത്യൻ ജനതയെ എടുക്കുക, ആധുനിക കാറ്ററിങ്ങും ഹോട്ടലിയറിങ്ങും എടുക്കുക, ആധുനിക കുടുംബങ്ങളിലെ ഭക്ഷണ പാനീയങ്ങളെ എടുക്കുക. എടുത്തിട്ട് ആധുനികർ ഇഷ്ടപ്പെടുന്നത് ഈ ചുടുകണ്ണുനീരൊഴുകുമ്പോഴും ചുട്ടുനീറുമ്പോഴും ഈ എരിവും പുളിയും കയ്പും ചവർപ്പും ഇഷ്ടപ്പെടും. ശരിയാണ് സ്വാമിജി. യഥാർത്ഥത്തിൽ ശാന്തി ഇഷ്ടപ്പെടുന്നില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. എന്നാലോചിച്ചു സ്വാമിജി. ഈ പറഞ്ഞത് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ കറക്റ്റാണ് സ്വാമിജി. തീരെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ നമ്മുടെ ആവേശിക്കുന്നു ചില സ്മരണകളിൽ ഇന്ന് അഡിക്റ്റാവുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള ആഹാരത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ പറയുന്ന കടും സ്വഭാവമുള്ള ആഹാരം തന്നെയാണ്. അപ്പോൾ നമ്മൾ
നഷ്ടപ്പെടുന്നില്ല പ്രകൃത്യാ ശാന്തി. പ്രകൃത്യാ ശാന്തമായ നമ്മുടെ ബഹിരാകാശം, സത്ത്, ചിത്ത്, ആനന്ദം എന്നിവ നിറഞ്ഞ നമ്മുടെ ഉള്ളിലെ ആകാശം, അതിനെ മലീമസമാക്കുന്ന വാക്ക്, പ്രവൃത്തി, മനസ്സ് ഇവ കൊണ്ട് അങ്കിതമാക്കുമ്പോൾ അവിടെ ആകാശം ദൂഷിക്കും. നമ്മുടെ മനസ്സൊരു വിപുലമായ ആകാശമാണ് സത്യത്തിൽ. അത് മനസ്സിലാകുന്നുണ്ട്? മനസ്സിലാകുന്നുണ്ട് സ്വാമിജി. എനിക്ക് ഈ പലപ്പോഴും നമുക്ക് ആശയക്കുഴപ്പമുണ്ടാകുന്നൊരു ഒരു ഈ അകത്തുള്ള ഒരു ആകാശം എന്ന് പറയുമ്പോൾ, ദഹരാകാശം എന്ന് പറയുമ്പോൾ ഒരു സാങ്കേതിക വാക്ക് എന്നുള്ളതിനപ്പുറത്ത് ഒന്നുമില്ല. കാരണം വെച്ചാൽ പുറത്തും ആകാശം തന്നെ. ഇപ്പം ഞാൻ ഉള്ളിലിത് രൂപാന്തരപ്പെട്ടിട്ട് പിന്നെ ചിന്തിക്കുന്ന എല്ലാ ചിന്തയിലും ഇതിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ട എൻ്റെ മനസ്സാണ് പ്രവർത്തിക്കുന്നത്. ആ മനസ്സ് ദുഷിച്ചു എന്ന് പറയാനാണ് ഈ സാങ്കേതിക ശബ്ദം. ശരിയാണ് സ്വാമിജി. എൻ്റെ മനസ്സ് ദുഷിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ദുഷിച്ച ഈ മനസ്സിൻ്റെ തുടർനാടകമാണ് നാളത്തെ എൻ്റെ ജീവിതം. അപ്പോൾ ഈ ദുഷിച്ച മനസ്സ്, ഈ പരിമിതമായ മനസ്സ്, ഈ വൈകല്യം ബാധിച്ച മനസ്സാണ് ഞാനിനി കാണുന്നതിൽ പ്രവർത്തിക്കുന്നത്, ഞാൻ കേൾക്കുന്നതിൽ പ്രവർത്തിക്കുന്നത്, ഞാൻ വിചാരിക്കുന്നതിൽ പ്രവർത്തിക്കുന്നത്. മനസ്സിനെ മാറ്റി നിർത്തിയിട്ട് കണ്ണിന് കാണാനോ ചെവിക്ക് കേൾക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തെയും എൻ്റെ കർമ്മങ്ങളെയും ഞാൻ ഇടപെടുന്ന ചുറ്റുപാടുകളെയും മുഴുവൻ ബാധിക്കുന്ന ഈ മനസ്സ് ദൂഷിതമാകുന്നതാണ് രോഗം. മനസ്സിലായി സ്വാമിജി. ദുഃഖം, ആമയം, രോഗം എല്ലാം ഒരേ ശബ്ദമാണ്. ദുഹു ദുഹു എന്ന ദു ഇട്ടിട്ട് വിസർഗമിടുന്ന ആ ഒരു അക്ഷരത്തിൻ്റെ അർത്ഥം പാപം. ഖം എന്ന് പറഞ്ഞാൽ ആകാശം. നമ്മുടെ ആകാശം പാപപങ്കിലമായിരിക്കുന്നു, രോഗം അനുഭവിച്ചുള്ളത്. അതുകൊണ്ട് ദുഃഖം. സു പുണ്യം, നമ്മുടെ ആകാശം പുണ്യമായിരിക്കുന്നു, സുഖം. ആകാശം പാപപൂർണമായാൽ അറിവ് അനുകൂലമായി തീരും. ആകാശം പാപപൂർണമായി തീർന്നാൽ അറിവ് പ്രതികൂലമായി. ആകാശം പുണ്യമുള്ളതായി തീർന്നാൽ അറിവ് അനുകൂലമായി തീരും. അപ്പോൾ നൈയായികന്മാർ പറയും, അനുകൂല വേദനീയം സുഖം, ആരോഗ്യം. ഒരു ജീവിതം മുഴുവൻ അനുകൂലമായി കേൾക്കാൻ, അനുകൂലമായി പറയാൻ, അനുകൂലമായി ജീവിക്കാൻ ഒരുവന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഏറ്റവും ആരോഗ്യമുള്ളവൻ. മനസ്സിലായി സ്വാമിജി. ഒരു ജീവിതം മുഴുവൻ പ്രതികൂലങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിൽ അവൻ്റെ കോശാന്തരങ്ങൾ ആരോഗ്യമില്ലാതാവും. പ്രതികൂലങ്ങളെയാണ് ആധുനിക ജനത ഇഷ്ടപ്പെടുന്നത്. ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്നൊക്കെ അങ്ങനെയാണല്ലോ വരുന്നതല്ലേ സ്വാമിജി? അതെ. പ്രതികൂലങ്ങളോട് ഏറ്റുമുട്ടി ഒരു ജന്മം പാഴാക്കുകയാണ് ജനത. അതുകൊണ്ട് പോരാട്ടങ്ങളുടെ ഒരു ഊർജം എന്നൊക്കെ ഭാഷയിലും കർമ്മമണ്ഡലത്തിലൊക്കെ ശക്തമായി ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുന്ന എല്ലാവരുടെയും ജനിതകത്തിൽ ഉണർന്ന മക്കൾ അതിനുത്തരം പറയും. ലോകത്തെവിടെയും ശരിയാണ് സ്വാമിജി. പിതാവാണ് പുത്രനായി ജനിക്കുന്നത്. ആത്മാവൈ പുത്രനാമാസി.
ഒരിക്കലും ഇവർക്ക് അത് തിരുത്താനാവില്ല. കാരണം ഇവരാഗ്രഹിച്ചത് അതാണ്. അതിനൊരു അനുകമ്പയും കിട്ടും. ഞാനെന്ത് ചെയ്യാനാണ്, മക്കൾ പറഞ്ഞാൽ കേൾക്കണ്ടേ. സ്വന്തം മക്കളെ പറഞ്ഞനുസരിപ്പിക്കാൻ പറ്റാത്തവനെല്ലാം നാട് നന്നാക്കാൻ ഇറങ്ങും. ലോകത്തെവിടെയും നിയമം ഇതാണ്. ഇത് ശരിയാണ് സ്വാമി. ഞാൻ ഇത്രയും ആഴത്തിൽ നമുക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് സ്വാമിജി. അവൻ ദുഃഖത്തിൻ്റെയും സുഖത്തിൻ്റെയും ഈ തലം, ഇതിനൊരുപാട് നിർവചനങ്ങൾ ആചാര്യന്മാർ കൊടുത്തിട്ടുണ്ട്. സു പുണ്യം തസ്മാത് ഓഘതി ഉത്പദ്യത ഇതി സുഖം, ദു പാപം തസ്മാത് ഓഘതി ഉത്പദ്യത ഇതി ദുഃഖം. ഇങ്ങനെ ഒരുപാട് തലത്തിൽ ഇവരിത് വ്യാഖ്യാനിച്ച് കൊണ്ടുവരുന്നുണ്ട്. നമുക്കിതിൽ ആവശ്യം വരുന്നത് നമ്മുടെ ആകാശത്തിൻ്റെ ദൂഷിതമായ അവസ്ഥയിൽ ഓരോ കോശത്തിനുള്ളിലും ആകാശം ഇരിപ്പുണ്ട്. ആകാശവും വായുവും വെള്ളവും അഗ്നിയും ഭൂമിയും ചേർന്ന 5 ഭൂതങ്ങളോട് കൂടിയതാണ് ഓരോ കോശവും. ഈ കോശകോശാന്തരത്തിലേക്ക് അതിലെ ഏറ്റവും സൂക്ഷ്മമായ ആകാശം, അതിലാണല്ലോ ഇരിപ്പിടം. തീർച്ചയായും സ്വാമിജി. അവകാശദാതാവായ ആകാശത്തിലാണ് ഇരിക്കുന്നത്. ദുഷിച്ച ഒരു സ്ഥലത്ത് ഇരിക്കുന്നുവെന്ന് പറഞ്ഞാൽ തന്നെ ഇരിക്കുന്നവൻ ദുഷിച്ചു എന്നല്ലേ എൻ്റെ അർത്ഥം. അതെ സ്വാമിജി. ഇതാണ് നമ്മൾ ഇതുവരെ കണ്ട പാപങ്ങളെക്കുറിച്ചുള്ള പഠനം. ഈ പാപങ്ങളെയും സൃഷ്ടിക്കുന്ന, ജീവിതത്തെ മൊത്തം സൃഷ്ടിക്കുന്ന ഏറ്റവും മൗലികമായ വസ്തു ഏതാണ് എന്നും അവരന്വേഷിച്ചിട്ടുണ്ട്. സൃഷ്ടിക്ക് കാരണമായ വസ്തുവിന് അവർ കൊടുത്ത പേര് അന്നമെന്ന്. അന്നമാണ് എല്ലാ സൃഷ്ടിയുടെയും ഉറവിടം. പറയൂ സ്വാമിജി. അന്നാത് ഭൂതാനി ഭവന്തി. അന്നത്തിൽ നിന്നാണ് ഈ ഭൂതങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അന്നമങ്ങ് നിർത്തി നോക്കുക. സോഡിയം താഴും, കുറച്ച് കഴിയുമ്പോൾ പൊട്ടാസ്യം താഴും, ഹീമോഗ്ലോബിൻ കുറയും, പ്ലേറ്റ്ലെറ്റ് കുറയും, WBC കുറയും, മെല്ലെ മെല്ലെ മൃത്യുവിലേക്ക് പോകും. ഓരോ ഇന്ദ്രിയങ്ങൾ പിൻവലിയും. കുറച്ച് ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ കണ്ണിലിരുട്ട് കയറും. മനസ്സിലായി സ്വാമിജി. ഞാൻ ഓർക്കുകയായിരുന്നു പെട്ടെന്ന് നമ്മുടെ ഒരു വർത്തമാന സംഭവത്തിൻ്റെ ഒരു സ്മൃതിയിലേക്ക് ഞാൻ പെട്ടെന്ന് പോവുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഇതേപോലെയാണ്. നിരാഹാരം കിടന്ന് ആൾ മരിക്കുക, അല്ലെങ്കിൽ നിരാഹാരം കിടന്നാൽ നിരാഹാരവ്രതം നിർത്തുക. മരണമല്ലേ? എനിക്ക് തോന്നുന്നത് ശരിയാണെങ്കിൽ ഗംഗയുടെ ശുദ്ധി, അതെ ഞാൻ ഉദ്ദേശിച്ചത് വലിയൊരു ആവശ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം നിരാഹാരം കിടന്നത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അദ്ദേഹം ചെയ്തത് തെറ്റാണ്, ശാസ്ത്രവിരുദ്ധമാണ്. പറയൂ സ്വാമിജി. ഈ അന്നത്തെ ബേസ് ചെയ്തിട്ടാണോ സ്വാമിജി പറയുന്നത്? തീർച്ചയായും ഇതെൻ്റെ വ്യക്തിപരമായ, എനിക്ക് മനസ്സിലായി സ്വാമിജി. ഞാൻ പഠിച്ച ശാസ്ത്രങ്ങളുടെ മര്യാദകളിൽ നിന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്തത് തെറ്റാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആദർശനിഷ്ഠയിൽ നിന്നുകൊണ്ട് നോക്കിയാൽ അദ്ദേഹം ചെയ്തത് വളരെ ശരിയാണ്, മാതൃകാപരം. പക്ഷേ അദ്ദേഹം ഒരു മണ്ടനാണ്. അതിക്രൂരന്മാരും നിഷ്ഠൂരന്മാരുമാണ് ബ്രിട്ടീഷുകാർ. അവർക്ക് നേരെ മഹാത്മാഗാന്ധി എടുത്ത ആയുധങ്ങളിൽ ഒന്ന് നിരാഹാരമാണ്.
അവരതിന് അങ്ങേയറ്റം ആദരവ് പുലർത്തി എന്നുള്ളത് തീർച്ചയാണ് സ്വാമിജി, തീർച്ചയാണ്. അതുകൊണ്ട് മാത്രമാണ് ഗാന്ധിയുടെ ആ ഒരു സത്യാഗ്രഹ സമരം വിജയം കൊണ്ടത് തന്നെ. അതിനോട് ആദരവ് ബ്രിട്ടൻ പുലർത്തിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രപിതാവല്ല. തീർച്ചയായും ഗാന്ധിക്ക് എത്ര മഹത്വമുണ്ടോ അത്രയും മഹത്വം ബ്രിട്ടീഷുകാർക്കുണ്ടല്ലേ സ്വാമിജി? ഈ കാര്യത്തിൽ ബ്രിട്ടീഷുകാർക്കുണ്ട്. മനസ്സിലായി. എല്ലാ കാര്യത്തിലും എന്ന പദം നമ്മൾ ഉപയോഗിക്കുന്ന മണ്ടത്തരം. ശരിയാണ് സ്വാമിജി, മനസ്സിലായി. ബ്രിട്ടീഷ് വൈസ്രോയിക്കും രാജ്ഞിക്കുമൊക്കെ ഈ തോർത്തെടുത്ത് നടന്ന മനുഷ്യൻ്റെ നിരാഹാരത്തെ അവർ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ മര്യാദയുണ്ട്. ഗാന്ധി അത് ചെയ്തതും ശാസ്ത്രസംബന്ധമായും വൈദിക സംബന്ധമായും നിങ്ങൾ എന്നോട് ചോദിച്ചാൽ തെറ്റാണെന്ന് തന്നെയേ ഞാൻ പറയും. ശരിയല്ല, അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. മനസ്സിലായി സ്വാമിജി. അത് ശക്തവുമാണ്. അതിന് എൻ്റെതായ കാര്യകാരണങ്ങൾ ശാസ്ത്രീയമായി ഉണ്ട്. മനസ്സിലായി സ്വാമിജി. അത് തെറ്റാണെന്ന് എന്തെങ്കിലും എനിക്ക് ബോധ്യമായാൽ ഞാൻ തിരുത്തുകയും ചെയ്യും. അതുവരെ എനിക്ക് ശരി തന്നെയാണ്. വൈദികരുടെ ശരിയാണ് എനിക്ക്. ശരിയാണ് സ്വാമിജി. ഗാന്ധി ചെയ്തത് ബ്രിട്ടീഷുകാരുടെ മുമ്പിലാണ്. അദ്ദേഹം ചെയ്തത് ജനാധിപത്യ സർക്കാരിന് മുമ്പിലാണ്. ധാർഷ്ട്യമുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സർക്കാരിന് മുമ്പിൽ ഗംഗ ശുദ്ധീകരിക്കാൻ പോയി കിടന്ന അദ്ദേഹം മണ്ടനാണ്. സകല അഴിമതിയും സകല അതിക്രമങ്ങളും നടക്കുന്ന ഏത് വ്യക്തി, ഞാനും അങ്ങും ഉൾപ്പെടെ നാളെ ഭരിക്കാൻ കയറിയാലും സംഭവിക്കാവുന്ന, അല്ലാതെ ഒരു പ്രത്യേക പാർട്ടിയെയോ തീർച്ചയായും ഒന്നും ഉദ്ദേശിച്ചല്ല സംസാരിക്കുന്നത്. ആ ഒരു സിസ്റ്റം അങ്ങനെയാണ്. ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വ്യവസ്ഥാപിത രീതി അതാണ്. അതിനകത്തേക്ക് എന്നെ കയറ്റി പ്രധാനമന്ത്രിയാക്കി ഇരുത്തിയാലും ആ മനുഷ്യൻ കൊല്ലപ്പെടുകയേ ഉള്ളൂ. അതല്ലാതെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പറയാൻ കഴിഞ്ഞേക്കും. കാരണം സിസ്റ്റത്തെ തീരുമാനിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അപൂർവം ഭരണാധികാരികൾക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു കാര്യം തീരുമാനമെടുക്കണമെന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തിൽ തീരുമാനമെടുക്കാതിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഉത്തമ കാര്യങ്ങളും ധർമ്മങ്ങളും തീരുമാനമെടുക്കാതിരിക്കാൻ മാത്രമേ പറ്റൂ. അധമ കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ എളുപ്പമാണ്. പലപ്പോഴും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും പരസ്പരം തിരിച്ചു കിട്ടിയ കാളകളെയും കൊണ്ടാണ് ഈ വണ്ടി ഓടിക്കുന്നത്. തിരിച്ചു കിട്ടിയ കാളകളെ കൊണ്ട് വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല എന്ന്. തീർച്ചയായും സാധ്യമല്ല സ്വാമിജി. ഒരു കാളയെ മുമ്പോട്ടും ഒരു കാളയെ പുറകോട്ടും കെട്ടിയിട്ട് വണ്ടി ഓടിക്കാൻ ശ്രമിച്ചാൽ ആ കാളവണ്ടി ഓടുമെന്ന് തോന്നുന്നില്ല. ഇല്ല സ്വാമിജി. അതൊക്കെ പരിഹരിക്കുകയോ അതൊക്കെ ചിന്തിക്കുകയോ അല്ല ജനങ്ങൾ പലപ്പോഴും ചെയ്യുന്നത്. ജനങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പിൽപ്പെട്ടിട്ട് ഇസങ്ങളിൽപ്പെട്ടിട്ട് തങ്ങൾ മനുഷ്യരാണെന്ന് പറയുന്ന ഏകീഭാവം മറന്നിട്ട് ഇതേ സിസ്റ്റത്തിനകത്ത് തങ്ങളുടെ ദർശനം വെച്ചുകൊണ്ട് ഭരണം നടത്താൻ പറ്റുമോ എന്ന അന്വേഷണവും അതിൽ കൊണ്ടുപോയി തങ്ങളുടെ ദർശനങ്ങൾ കലക്കിക്കുളിപ്പിച്ച് തെറ്റായി ഭരിക്കുകയും ചെയ്ത് ജീവിതം വ്യർത്ഥമാക്കുക മാത്രമാണ് ഇന്ത്യൻ ജനാധിപത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമ്മതമാവുമെന്നറിയില്ല. തീർച്ചയായും നമ്മുടെ അനുഭവങ്ങളാണ് സ്വാമി. മാത്രവുമല്ല, 5 കൊല്ലത്തേക്ക് ഒരു സെറ്റ് ആളുകൾ ഭരിച്ചിട്ട് 5 കൊല്ലത്തേക്ക് വേറൊരു സെറ്റ് ആളുകൾ ഭരിക്കാൻ വരുമ്പോൾ ഇതിന് തുടർച്ച പോലും ഉണ്ടാവില്ല സിസ്റ്റങ്ങൾക്ക്. എടുത്ത തീരുമാനങ്ങളൊന്നും തങ്ങളുടേതല്ലെന്ന് പറഞ്ഞ് തുടർച്ചയിൽ മാറ്റാനും ആവില്ല. അപ്പോൾ അദ്ദേഹം ചെയ്തത് തെറ്റാണ്. ഇപ്പോൾ മനസ്സിലായി സ്വാമിജി. അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയില്ലായിരുന്നു. വ്യവസ്ഥാപിത ഭരണകൂടങ്ങൾ രൂപാന്തരപ്പെടുന്ന ബ്രിട്ടൻ രൂപാന്തരപ്പെട്ട രീതിയിലല്ല അത്. ചൗരിചൗരയിലെ ജനങ്ങളുടെ മേൽ വെടി നിറയൊഴിക്കാൻ കഴിഞ്ഞിരുന്ന ബ്രിട്ടന്, ജനറൽ ഡയറിന് ഒരിക്കൽ പോലും ഗാന്ധിജിക്ക് നേരെ നിറയൊഴിക്കാൻ തൻ്റെ ഉണ്ടായിരുന്നില്ല.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തണമായിരുന്നുവെങ്കിൽ ബ്രിട്ടൻ ഒരൊറ്റ ശത്രുവിനോട് നേരിട്ടാൽ മതിയായിരുന്നു. അതെ. സർവാത്മന അദ്ദേഹത്തെ രക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ബ്രിട്ടൻ സമരം നടത്തിയത്. ആധുനികമായൊരു പ്രാതിയൗകിക ബഹുമാനം, ഒരു പ്രതിപക്ഷ ബഹുമാനം ബ്രിട്ടൻ പുലർത്തിയിട്ടുണ്ട്. തീർച്ചയായും. ഇന്ത്യയിൽ മാറി മാറി ഭരിക്കുന്ന ഒരു ഭരണകൂടവും ഒരിക്കലും ഈ മര്യാദ പാലിച്ചിട്ടില്ല, ഇനി പാലിക്കുകയുമില്ല. ബ്രിട്ടനും അമേരിക്കയ്ക്കുമൊക്കെ സമുചിതമായ ജനാധിപത്യം ഇന്ത്യക്ക് അനുയോജ്യമല്ല, ഇന്ത്യൻ മനസ്സിന് ചേർന്നതല്ല. പ്രതിപക്ഷ ഭാവനയും ബഹുമാനവുമില്ലാത്ത ഇന്ത്യൻ മനസ്സുകൾക്ക് ഒരിക്കലും ചേർന്നതല്ല ജനാധിപത്യം. ഭാരതത്തിലൊരു ജനാധിപത്യത്തിൻ്റെ ആ ഒരു സിസ്റ്റത്തിൻ്റെ രക്തസാക്ഷിയാണ് തീർച്ചയായും ആ കക്ഷി. അത് നിങ്ങൾ മനസ്സിലായി മനസ്സിലായി. സ്വാമിജി. ഞാൻ രണ്ടാമത് അദ്ദേഹം ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞത്, വൈദികമായി തെറ്റാണെന്ന് പറഞ്ഞത് അന്നത്തെ ആസ്പദമാക്കിയാണ്. അദ്ദേഹം ഒരു സന്യാസിയാണ്. അതെ. മഹാത്മാഗാന്ധിയെ പോലൊരു വൈശ്യനോ ഒരു പുരോഗമന ആശയക്കാരനോ ഒന്നുമായി രംഗത്തേക്ക് വരേണ്ടയാളല്ല. അതെ. അദ്ദേഹം അന്നമാഹാത്മ്യം പഠിച്ചിട്ടുണ്ട് തൈത്തരീയത്തിൽ. അന്നം ന പരിചക്ഷേത, അന്നം ഒരിക്കലും ഉപേക്ഷിക്കരുത്. എന്തേ അദ്ദേഹം അത് മറന്നുപോയി? അന്നം ന നിന്ദിയാത് തദ്വ്രതം. വൈദികമായ വാക്കുകൾ. അന്നത്തെ ഒരിക്കലും നിന്ദിക്കരുത്, കാരണം നീ അന്നമാണ്. പുറത്ത് അന്നത്തെ നീ നിന്ദിച്ചാൽ നീ നിന്നെയാണ് നിന്ദിക്കുന്നത്. അന്നം ന പരിചക്ഷേത, അന്നത്തെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. അന്നം ബഹു കുർവീത, ധാരാളം അന്നം ഉണ്ടാക്കണം. 3 നിർദ്ദേശങ്ങളും വൈദികമാണ്. ഇതിൽ രണ്ടാമത്തെ നിർദ്ദേശമായ അന്നം ന പരിചക്ഷ്യേത, അത് അന്നം ഉപേക്ഷിച്ചു. അതെ. ഉപേക്ഷയിലൂടെ അന്നത്തെ നിന്ദിച്ചു. അതെ. അന്നത്തെ നിന്ദിക്കാൻ ഒരാൾക്കും അവകാശമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ സ്വാതന്ത്ര്യമില്ലെന്നാണ് അറിവ് വരുമ്പോൾ ആദ്യം പഠിക്കേണ്ടത്.